ഗൈസ്, ഫൈനലി ഇതാണ് എന്റെ കാക്കയുടെ നിക്കാഹിന്റെ വ്ലോഗ്. ആയക്കൂട്ടുള്ള ഒരു കാക്കയോണ്ട് എല്ലാവരും മത്സരിച്ചിട്ട് ഒരുങ്ങിയിട്ടുണ്ട്. അതിൽ ഏറ്റവും വലിയ ഹൈലൈറ്റ് ചെക്കന്റെ കുഞ്ഞുമാരാണ്. ഇത് വന്നിട്ട് 25 വർഷം മുന്നുള്ള മണവാളിലും മണവാട്ടി. ഫുഡൊക്കെ ഹോളിലാണ്, ഞങ്ങൾ നേരെ ഹോളിലോട്ട് പോയി. ഇതാണ് നമ്മുടെ ഗ്രൂം റസൽ ഇബ്രാഹിം. ഇതാണ് തിന്നിട്ടുണ്ടെങ്കിൽ കല്യാണം കഴിക്കുക. അതായത് ഇത്ര ധൃതി. നമ്മളായിട്ട് വഴിക്കട്ടെന്ന് വെച്ചിട്ട് ഞങ്ങൾ പോയി കഴിച്ചു. അവിടെ നേരെ ഞങ്ങൾ ബ്രൈഡിന്റെ ഹോളിലോട്ട്, കാരണം അവിടെയുള്ള നിക്കാഹൊക്കെ നടക്കണേ. കല്യാണം വീട്ടിൽ ചെന്നാൽ വെൽക്കം ഡ്രിങ്ക് കുടിക്കണം, അത് നിർബന്ധം. അതുകൊണ്ട് ഒരു വെൽക്കം ഡ്രിങ്കിനെ കുറിച്ച് നേരെ നമ്മൾ ബ്രൈഡിനെ കാണാം. ഈ നിൽക്കുന്നതാണ് നമ്മുടെ ബ്രൈഡ് ആഷ്മി. ആയിരത്തൊക്കെ ഒരു പരിചയമില്ലാത്തവരെ പരിചയപ്പെട്ട് കൊടുക്കണം റസീന്ദ. നമുക്കൊന്നും കണ്ടു നിൽക്കാൻ വയ്യാത്തതുകൊണ്ട് ഇട്ട് പുട്ടി പോയോ നോക്കാം. വലിയ കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് കല്യാണത്തിന് അതിമനോഹരമായ ആചാരങ്ങളിലേക്ക് കിടക്കാം. അന്ന് നിക്കാക്കാണ്ട് അളിയന്മാരും മാലയും ബൊക്കെയൊക്കെ ഇട്ടുകാരൻ സ്വീകരിച്ച് സ്റ്റേജിൽ കൊണ്ട് നിർത്തുന്നു. ഇനി അങ്ങോട്ട് ബ്രൈഡ് വരാനുള്ള കാത്തിരിപ്പാണ്. ഈ തെണ്ടി എന്തിനാ അവിടെ കയറിയിരിക്കണേ? അതാ ഞാനും ആലോചിക്കുന്നത്. പിടിച്ചു മാറ്റവൻ. ഇനി അടുത്ത ചടങ്ങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രൈഡിന്റെ ഗ്രാൻഡ് എൻട്രി ആണ്. മേക്കപ്പ് കൂടുതലാണ് ചേട്ടാ. മേക്കപ്പ് കുറച്ച് കുറവാണെങ്കിലേ ഉള്ളൂ. ഇനി നമുക്ക് മഹർ കൊടുക്കുന്ന മെയിൻ പരിപാടിയിലോട്ട് കിടക്കാം. അതിനുവേണ്ടി ചെക്കന്റെ ഫാമിലി ഫുള്ള് സ്റ്റേജിൽ കയറിയിട്ടുണ്ട്. ഇനി ഫോട്ടോഗ്രാഫർ പറയുന്ന പോലെ നമ്മൾ മഹർ കൊടുക്കണം. പക്ഷെ മഹർ കെട്ടന്റെ പെങ്ങന്മാരാണ്. ഇതാണ് ഞങ്ങളുടെ വേർ. ഇനി ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും പാലെടുക്കലും പഴം കൊടുക്കലും ഒരുപാട് ചടങ്ങുകൾ ബാക്കിയുണ്ട്. അതൊന്നും കണ്ടു നിൽക്കാൻ വയ്യാത്തോണ്ട് ഞങ്ങൾ നേരെ ഫുഡ് അടിക്കാൻ പോയി. കല്യാണം ഇല്ലായതുകൊണ്ട് മാത്രമാണ് ഇത്രയും മാനേഴ്സ് ഇട്ട് തിന്നണം, അല്ലെങ്കിൽ വെറും അലപ്പാണ്. ഫുഡൊക്കെ കഴിച്ച് ഫോട്ടോ എടുപ്പായി കഴിഞ്ഞപ്പോഴൊക്കെ ഞങ്ങൾ നേരെ വണ്ടി കയറി വീട്ടിൽ പോയി. കാരണം നമുക്ക് ഇത് വേണ്ട റിസപ്ഷൻ കൂടിയിട്ട് അടുത്ത ഞാൻ റിസപ്ഷന്റെ വ്ലോഗ് ആയിട്ടാണ്. അപ്പൊ അത്രേ ഉള്ളൂ. ബൈ.